ദുബായിലെ മിന റാഷിദ് മറീനയിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ആഡംബര ബോട്ടുകളും സൂപ്പർ യോട്ടുകളുമെല്ലാം പാർക്ക് ചെയ്യുന്ന ഇടമാണ് മറീന. കോടിക്കണക്കിന് രൂപ വില വരുന്ന നൂറുകണക്കിന് ജലവാഹനങ്ങൾ നിരന്നുകിടക്കുന്നു. ഇതൊരു വലിയ സാമ്പത്തിക കേന്ദ്രം കൂടിയാണ്. ബോട്ടുകളുടെ റിപ്പയറിങ്ങും മോടിയാക്കലുമെല്ലാം നടക്കുന്ന സ്ഥലം. എന്റെ സുഹൃത്ത് ഹുസൈനും അദ്ദേഹത്തിന്റെ മകൻ അജ്മലും ചേർന്നാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അജ്മലാണ് ഡ്രൈവിംഗ് സീറ്റിൽ. ഡോക്ടർ ഷാഫിയും വാഹനത്തിലുണ്ട്. പല വിലയുള്ള ബോട്ടുകളും യോട്ടുകളുമാണ് ഈ നിരന്നുകിടക്കുന്നത്. കരയിൽ നിന്നും ഈ ഓരോ ബോട്ടിലേക്കും നടന്നു പോകാവുന്ന നിരവധി പാലങ്ങളുണ്ട്. നമുക്കന്യമായ ഒരു സംസ്കാരമാണ് ബോട്ടുകളുടെയും യോട്ടുകളുടെയും. ലോകത്തെ സമ്പന്നരുടെ വിനോദങ്ങളിലൊന്ന് ഇത്തരം ജലവാഹനങ്ങളിൽ കടലിലൂടെയും കായലിലൂടെയും നടത്തുന്ന യാത്രകളാണ്. കേരളത്തിൽ നിരവധി കായലുകളും നദികളും ഉണ്ടെങ്കിലും ഇത്തരമൊരു സംസ്കാരം ഉണ്ടായിട്ടില്ല. സമ്പന്നരാണ് ഈ ബോട്ടുകളുടെ ഉടമകളും അതിൽ യാത്ര ചെയ്യുന്നവരുമെങ്കിലും ഇതുകൊണ്ട് സാധാരണക്കാർക്കും ഗുണമുണ്ട്. ഇവയുടെ റിപ്പയറിംഗ്, മെയിൻ്റനൻസ് എന്നിവയുമായുമെല്ലാം ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു. ഗവൺമെന്റിന് വലിയ തോതിൽ നികുതി വരുമാനമുണ്ടാവും. ബോട്ടുകളിൽ തന്നെ എത്രയോ പേർക്ക് ജോലി നേടാം. വലിയൊരു ഇക്കണോമി തന്നെയാണ് ഓരോ മറീനയോടും അനുബന്ധിച്ചുള്ളത്. ഇത്തരം ബോട്ടിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞെങ്കിലേ അതുകൊണ്ട് ഗുണമുള്ളൂ എന്നതാണ് നമ്മിൽ പലരുടെയും ചിന്ത. അത് തെറ്റാണ്. നിരവധി ഡോക്കുകളുണ്ട് മറീനയിൽ. പാലം പോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവയാണവ. അതിൽ നിന്ന് ഓരോ ബോട്ടിലേക്കും കയറാം. ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഈ ഓരോ കവാടവും ഓരോ ഡോക്കിലേക്കാണ് തുറക്കുന്നത്. കവാടം കടന്ന് ഒരു പാലത്തിലേക്ക് ഇറങ്ങണം. പല ബോട്ടുകളുടെ സമീപത്തേക്ക് ഒരൊറ്റ പാലമാണ് ഉണ്ടാവുക. ആ പാലത്തിലൂടെ നടന്ന് ഓരോ ബോട്ടിലേക്കും കയറാം. വളരെ ശാസ്ത്രീയമായ ഒരു സംവിധാനമാണത്. ഓരോ ഡോക്കിലും വൈദ്യുതി, വെള്ളം എന്നിവയൊക്കെ സപ്ലൈ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു ബോട്ടിൽ 3-4 ജീവനക്കാരുണ്ടാവും. മറീനയിലൊരിടത്ത് അജ്മൽ കാർ നിർത്തി. കടൽ കയറിക്കിടക്കുന്ന ഇടമാണെങ്കിലും നൂറുകണക്കിന് ജലവാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിലും മാലിന്യലേശമില്ലാതെ കിടക്കുന്ന ജലം. P&O എന്ന ബ്രിട്ടീഷ് കമ്പനിയാണ് ഈ മറീനയുടെ നടത്തിപ്പുകാർ. ഇവിടുത്തെ M ഡോക്കിലാണ് ഹുസൈന്റെ ഒരു സുഹൃത്തിന്റെ ബോട്ട് കിടക്കുന്നത്. അതിലെ ജീവനക്കാരെ നേരത്തെ വിവരമറിയിച്ചിട്ടുണ്ട്. ആ ബോട്ടിലേക്കാണ് ഞങ്ങളുടെ നടത്തം. ഹുസൈനാണ് എന്റെ മുൻപേ പോകുന്നത്. നീല ഉടുപ്പുകാരൻ ബോട്ടിന്റെ ക്യാപ്റ്റനാണ്. പല വലിപ്പമുള്ള ആഡംബര നൗകകൾ. ഇത് അതിലൊന്നാണ്. 2-3 നിലകളുണ്ടാവും ഇത്തരം ബോട്ടുകൾക്ക്. അത്ഭുതപ്പെടുത്തുന്ന സംവിധാനങ്ങളാണ് ഇതിൽ ഓരോന്നിലുമുള്ളത്. അകത്ത് കയറിയാൽ മാത്രമേ അത് കണ്ടറിയാനാവൂ. ഒരു ബോട്ടിന്റെ അകത്ത് കയറാനായാണ് ഞങ്ങളുടെ നടത്തം. സൂപ്പർ യൂട്ടുകളുടെ ഗണത്തിൽ വരുന്നതാണ് ഈ കിടക്കുന്നത്. 20-30 ആളുകൾക്ക് സൗകര്യപ്രദമായി സഞ്ചരിക്കാം ഇതിൽ. യാത്രയുള്ളപ്പോൾ മാത്രമല്ല, വെറുതെ കിടക്കുമ്പോഴും ഈ ഓരോ ബോട്ടും പരിപാലിക്കാൻ 4-5 ആളുകൾ വേണ്ടിവരും. ഒരു മറീനയിൽ 100 ബോട്ടുകൾ കിടപ്പുണ്ടെങ്കിൽ 500 പേർക്കെങ്കിലും പ്രത്യക്ഷമായും മറ്റ് 1000-ലധികം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നു. ഇതാണ് ഞങ്ങൾ തേടി വന്ന ബോട്ട്. ഹുസൈന്റെ സുഹൃത്ത് മുഹമ്മദ് ബിൻ സുലൂം എന്നയാളുടെ ബോട്ടാണ്. ക്യാപ്റ്റൻ അതിലേക്ക് ഞങ്ങളെ നയിച്ചു. വണ്ടർ ഓഫ് ദി വേവ്സ് എന്നെഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ ശരിക്കുള്ള പേര് അൽ വലീദ് എന്നാണ്. മുഹമ്മദ് ബിൻ സുലൂമിന്റെ മകന്റെ പേരാണ് വലീദ് എന്നത്. നമ്മൾ ബസ്സിൽ കയറുന്നതുപോലെ മറീനയിൽ കിടക്കുന്ന ബോട്ടിലേക്ക് കയറാനാവില്ല. എല്ലാ യോട്ടിലും ചില നിയമങ്ങളുണ്ട്. ഉള്ളിലേക്ക് പോകുമ്പോൾ ഷൂസ് അഴിച്ചുമാറ്റി സോക്സ് ധരിച്ചിരിക്കണം. പല കാരണങ്ങൾ കൊണ്ടാണത്. ആദ്യം കയറിയെത്തുന്നത് സിറ്റ് ഔട്ട് പോലൊരു ഭാഗത്തേക്കാണ്. പുറത്ത് കാറ്റുകൊണ്ടിരിക്കാവുന്ന ഒരിടം. ഈ ബോട്ടിന്റെ ഉടമസ്ഥനും സുഹൃത്തുക്കളുമെല്ലാമായിരിക്കും ഇതിൽ പാർട്ടി ക്രൂസുകൾ നടത്തുക. അകത്ത് വലിയൊരു ലോബിയുണ്ട്. 30ഓളം പേർക്ക് നിരന്നിരിക്കാം. യോട്ട് കടലിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും.
അവധി ദിവസങ്ങൾ ആഘോഷമാക്കാനുള്ള സംവിധാനമാണ് ഇത്തരം യോട്ടുകളെന്ന് പറയാം. വിശാലമാണ് ലോബി. മനോഹരമാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങൾ. ഇത് മുഹമ്മദ് ബിൻ സുലൂമിന്റെ സ്വകാര്യ ബോട്ടാണ്. അദ്ദേഹം ഒഴിവുദിനങ്ങൾ ആഘോഷമാക്കുന്ന ബോട്ട്. ബെഡ്റൂമുകൾ, അടുക്കള, ഡൈനിങ് ഏരിയ എന്നിവയെല്ലാമുള്ള ഒഴുകുന്ന കൊട്ടാരങ്ങളെന്ന് ഇവയെ വിശേഷിപ്പിക്കാം. അവധി ദിനങ്ങളിലാണ് ഇത്തരം ബോട്ടുകളിൽ പുറം കടലിലേക്ക് യാത്ര ചെയ്യുന്നത്. ആ സമയം ക്ഷണിക്കപ്പെട്ട ഒരു സംഘമോ ബിസിനസ് പാർട്ട്നേഴ്സോ കൂടെയുണ്ടാവും. ആ യാത്രകളിലാണ് പുതിയ ബിസിനസ് ഡീലുകൾ രൂപപ്പെടുന്നത്. ബോട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ് നടന്നെത്തിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോടനുബന്ധിച്ച് ഒരു കിച്ചണറ്റും ചെറിയൊരു പാൻട്രിയുമൊക്കെ ഉണ്ടാവും. ഇവിടെ ഇരുന്നാൽ ബോട്ടിന്റെ മുൻഭാഗത്തേക്കുള്ള കാഴ്ചയാണ് ലഭിക്കുക. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുണ്ട്. 4 നിലകളുള്ള ബോട്ടാണിത്. ഇവിടെ നിന്നും താഴേക്കിറങ്ങാം. അവിടം മറ്റൊരു ലോകമാണ്. ഇടനാഴിയുടെ ഇരുവശങ്ങളിലും ബെഡ്റൂമുകൾ. അതിൽ ഒരു ബെഡ്റൂമിലേക്ക് കടന്നു ചെന്നു. ഇതാണ് സംവിധാനങ്ങൾ. ബെഡ് ഒരുക്കിയിട്ടിരിക്കുന്നു. ഒരു ഹോട്ടൽ മുറി പോലെ സൗകര്യപ്രദമായി ഒരുക്കി വച്ചിരിക്കുന്ന മുറി. എല്ലാ ബെഡ്റൂമിനോടും ചേർന്ന് ടോയ്ലറ്റുകളുണ്ട്. ഹുസൈൻ ബോട്ടിലെ സൗകര്യങ്ങൾ പരിചയപ്പെടുത്തി തന്നു. പലപ്പോഴും ഈ ബോട്ടിൽ ഹുസൈൻ സുഹൃത്തുക്കളുമൊത്ത് പുറം കടലിൽ പോകാറുള്ളതാണ്. ഇതാണ് ടോയ്ലറ്റ്. ഒരു ഹോട്ടൽ മുറിയിലെ ടോയ്ലറ്റ് പോലെ തന്നെയുണ്ട്. കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരുമൊക്കെ ഇത്തരം ബോട്ടുകളിൽ അതിഥികളായി എത്താറുണ്ടെന്ന് ഹുസൈൻ പറഞ്ഞു. ചില അവസരങ്ങളിൽ യോട്ടുകൾ 3-4 ദിവസത്തേക്ക് പുറം കടലിൽ പോകും. എന്നിട്ട് അവിടെ താമസിക്കും. അതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. നമ്മൾ സാധാരണക്കാരുടെ ജീവിതവുമായോ കാർഷിക ജീവിതവുമായോ ഇതിനെ തുലനം ചെയ്യരുത്. പലപ്പോഴും മലയാളി ചെയ്യുന്നത് തങ്ങളുടെ ചെറിയ ജീവിതവുമായി മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് അവരെ വിമർശിക്കുക എന്നതാണ്. ഇത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു ലോകമാണ്. ഈ ലോകത്തേക്ക് നമ്മൾ വളർന്നെത്തുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള 10ഓളം ബെഡ്റൂമുകൾ ഈ ബോട്ടിലുണ്ട്. കേരളത്തിലെ എത്രയോ ബിസിനസ്സുകാർക്ക് ഇത്തരം യോട്ടുകൾ ദുബായിലും മറ്റുമുണ്ട്. ആ ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇവരെ പോലെ നമുക്കും എന്തുകൊണ്ട് വളർന്നുകൂടാ എന്ന് ചിന്തിക്കണം. അപ്പോഴാണ് മലയാളിയും കേരളവും വളരുന്നത്. നിർഭാഗ്യവശാൽ വളർന്നവനെപ്പോലെ ആവുക എന്നതിനു പകരം അയാളെ കൂടി വിമർശിച്ച് നമ്മുടെ നിലവാരത്തിലേക്ക് താഴ്ത്തുക എന്നതാണ് പലരുടെയും താല്പര്യം. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ വളർന്നുകൊണ്ടേയിരിക്കും. അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചുകൊണ്ടുമിരിക്കും. ഞങ്ങൾ അടുത്ത നിലയിലേക്ക് കയറി. പുറമേ നിന്ന് കണ്ടപ്പോൾ ഇത്ര വലിയൊരു ലോകമാണ് ബോട്ടിനുള്ളിലെന്ന് മനസ്സിലായിരുന്നില്ല. ഈ നിലയിലും വലിയൊരു ലോബിയുണ്ട്. ഇവിടെയും പാർട്ടികളും മറ്റും നടക്കാറുള്ളതാണ്. ഭക്ഷണം കഴിക്കാം. ബുഫേ ഒരുക്കുന്ന ടേബിളുണ്ട്. മറ്റൊരു പ്രത്യേകത ഇതിന്റെ മുൻഭാഗത്ത് ക്യാപ്റ്റന്റെ വീൽ ഹൗസ് ആണെന്നതാണ്. പുറംകടലിലാണെങ്കിലും കരയുമായി ബന്ധപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിലുണ്ട്. വയർലെസ് സംവിധാനങ്ങളും റഡാറുമുണ്ട്. കടലിന്റെ ആഴമളക്കുന്ന സംവിധാനങ്ങളും. ബോട്ടിന്റെ അപ്പർ ഡെക്കിൽ നിൽക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് ലഭിക്കുന്നത്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന യോട്ടുകളിലും ആഡംബരപൂർണമായ സംവിധാനങ്ങളാണ്. അങ്ങകലെ ഒരു കപ്പൽ കിടക്കുന്നത് കാണാം. QE2 എന്നറിയപ്പെട്ടിരുന്ന ക്യൂൻ എലിസബത്ത് II എന്ന അത്യാഡംബരങ്ങളുള്ള ക്രൂസ് ഷിപ്പായിരുന്നു അത്. ഇപ്പോൾ സ്ഥിരമായി ദുബായിൽ ഡോക്ക് ചെയ്തിരിക്കുകയാണ് കപ്പൽ. ഹോട്ടൽ പോലെ പ്രവർത്തിക്കുന്നു. 7000 രൂപ വാടകയുള്ള സ്റ്റാൻഡേർഡ് റൂം മുതൽ 1,30,000 രൂപയുടെ റോയൽ സ്വീറ്റ് വരെ അതിലുണ്ട്. പല രൂപവും വലിപ്പവുമുള്ള ജലവാഹനങ്ങൾ. ഈ ബോട്ടിൽ ഇനിയും ഒരു നിലയിലേക്ക് കൂടി കയറാം. ഞാൻ പടവുകളിലൂടെ മുകളിലേക്ക് കയറി. ഹുസൈനും പിന്നാലെ കയറി വന്നു. വെയിൽ കാഞ്ഞിരിക്കാവുന്ന ഒരിടം.
ക്യാപ്റ്റന് ഇവിടെയിരുന്നും ബോട്ട് നിയന്ത്രിക്കാം. താഴെയുള്ള 2 നിലകളിലും അതിഥികൾ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അവരുടെ സ്വകാര്യതയെ മാനിച്ച് ക്യാപ്റ്റൻ ഇവിടെ ഇരുന്നാവും ബോട്ട് നിയന്ത്രിക്കുക. ആ സമയം താഴെയുള്ളവർക്ക് അവിടെ സ്വതന്ത്രമായി കഴിയാം. ഇവിടെ ക്യാപ്റ്റന്റെ ജോലിയും സ്വതന്ത്രമായി ചെയ്യാനാവും. 2 നിലകളിലിരുന്ന് ബോട്ട് നിയന്ത്രിക്കാമെന്നർത്ഥം. 4 രാജ്യങ്ങൾ: മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഈ മറീനയിൽ തന്നെ 100 കണക്കിന് ആഡംബര നൗകകൾ കിടപ്പുണ്ട്. ലോകമൊട്ടാകെ ലക്ഷക്കണക്കിന് ലക്ഷറി യോട്ടുകളുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം ചെറുഗ്രാമങ്ങളിൽ വരെ ഇത്തരം യോട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കറിയാത്ത സമ്പന്നതയുടെ ഒരു ലോകമാണിത്. ഈ മേഖല 10,000-കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്നു. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണത്. 424 ലക്ഷറി യോട്ടുകൾ ബർത്ത് ചെയ്യാനുള്ള സൗകര്യം മിന റാഷിദ് മറീനയിലുണ്ട്. ബോട്ടിന്റെ മുകൾ നിലയിൽ നിന്നും താഴേക്ക് ഇറങ്ങേണ്ട വിധമാണ് ഹുസൈൻ കാണിച്ചു തരുന്നത്. ഇങ്ങനെ പുറം തിരിഞ്ഞു വേണം ഇറങ്ങാൻ. മുന്നോട്ട് നടന്നിറങ്ങരുത്. ഇദ്ദേഹമാണ് ബോട്ടിന്റെ ക്യാപ്റ്റൻ. ക്യാപ്റ്റനെ ഒന്ന് പരിചയപ്പെട്ടു. ബംഗ്ലാദേശുകാരനാണ്. ബംഗ്ലാദേശിൽ നിന്നുമാണ് ഇവിടെ ഏറ്റവും അധികം ബോട്ട് ഡ്രൈവർമാരും ലക്ഷറി യോട്ടുകളുടെ ക്യാപ്റ്റന്മാരുമൊക്കെ എത്തുന്നത്. ഈ യോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഉടമ തന്നെയാണ് ഇത് നിർമ്മിച്ചത്. പ്രധാന ഗ്ലാസും മറ്റും മൂടിയിട്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും പരിചരിക്കേണ്ട ജലവാഹനമാണ് ഇത്തരം യോട്ടുകൾ. എപ്പോഴും ഇതിങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ദിവസവും 3 ജീവനക്കാരുടെയെങ്കിലും കഠിന പ്രയത്നമുണ്ട്. എല്ലാ ഭാഗവും തുടച്ചു വൃത്തിയാക്കി എപ്പോഴും പളപളപ്പോടെ നിലനിർത്തുന്നു. ഈ ബോട്ടിന്റെ ഉടമസ്ഥനായ മുഹമ്മദ് ബിൻ സുലൂമിന്റെ ഡിസൈനിൽ തന്നെയാണ് ഇത് പണിതിരിക്കുന്നത്. അദ്ദേഹം ഈ ബോട്ട് ദുബായിൽ വെച്ച് തന്നെ നിർമ്മിച്ചെടുക്കുകയായിരുന്നു. മറീനയിൽ കാണുന്ന ബോട്ടുകളിൽ മിക്കതും അമേരിക്കയിലോ യൂറോപ്പിലോ പണിതതാണെങ്കിൽ മുഹമ്മദ് ബിൻ സുലൂം ഇവിടെ വെച്ച് തന്നെ മികച്ച ഒരു ബോട്ട് നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ക്യാപ്റ്റനോട് യാത്ര പറഞ്ഞു. മറ്റു ജീവനക്കാർ ഉച്ചഭക്ഷണത്തിനോ മറ്റോ പോയിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ് സുലൂമിനോടൊപ്പം ഈ ബോട്ടിൽ ഒരു യാത്ര പോകാമെന്ന് ഹുസൈൻ പറയുന്നുണ്ട്. സൗന്ദര്യ തികവാർന്ന യോട്ട്. ഇത്തരത്തിലുള്ള 100 കണക്കിന് യോട്ടുകൾ ദുബായിൽ തന്നെയുണ്ട്. പല മറീനകളിലായി അവ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഓരോ മറീനയിലും ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജോലി ലഭിക്കുന്നതെന്ന് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത്. കേരളത്തിൽ കാറുകൾ സർവ്വസാധാരണമായപ്പോൾ എത്രയോ പേർക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞതുപോലെയാണ് യോട്ടിന്റെയും കാര്യം. സെയിൽസ് ടീമിലുള്ളവർ, വർക്ക്ഷോപ്പിലുള്ളവർ, യോട്ടിൽ തന്നെ പലവിധ ജോലികൾ ചെയ്യുന്നവർ, മറീനയിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നവർ, സ്പെയർ പാർട്സ് വിൽക്കുന്നവർ എന്നിങ്ങനെ അതിവിപുലമായ ഒരു തൊഴിൽ മേഖലയാണിത്. ഇവിടെ ഒരിടത്ത് ബോട്ടിന്റെ റിപ്പയറിംഗ് നടക്കുന്നത് കാണാം. ഇക്കാണുന്ന പൊത്ത് ഡിങ്കി ബോട്ടുകൾ കയറ്റിയിടുന്ന ഇടമാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ബോട്ടിൽ നിന്ന് തീരത്തേക്ക് പോകാനുള്ള ചെറു ബോട്ടുകൾ കയറ്റിയിടുന്ന ഇടം. ഇത്തരം യോട്ടുകൾക്ക് ചെന്നെടുക്കാനാവാത്ത ആഴം കുറഞ്ഞ തീരങ്ങളിലേക്ക് ഡിങ്കി ബോട്ടിൽ കയറിയാണ് ഇതിലെ യാത്രികർ പോവുക. ബെർത്തിൽ അടുത്ത് കിടക്കുമ്പോൾ ബോട്ടിലെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാറില്ല. ആ സമയം തീരത്ത് നിന്നാണ് ഇതിലേക്കുള്ള വൈദ്യുതി നൽകുന്നത്. കൂടാതെ ബോട്ടിനകത്തെ ശുദ്ധജല ടാങ്കും നിറച്ചിടണം. ഡോക്കിൽ നിന്ന് പൈപ്പുകൾ വഴി ശുദ്ധജലം ടാങ്കിൽ നിറയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനെല്ലാം കൂടി മറീനകളിൽ വലിയ തുക നൽകേണ്ടതുണ്ട്. അതായത് ഓരോ യോട്ടും മറീനയിൽ വെറുതെ കിടക്കുന്ന സമയത്തും വലിയ തുക ചെലവിടേണ്ടി വരുന്നു. മറീനയുടെ ലാഭം പാർക്കിംഗ് ഫീസാണ്. എത്ര യോട്ടുകൾ അടുക്കുന്നുവോ അത്രയും തന്നെ പാർക്കിംഗ് ഫീസ് വന്നുകൊണ്ടിരിക്കും. ഗവൺമെന്റിന് മറീന പണിതിട്ടാൽ പാർക്കിംഗ് ഫീസിലൂടെ തന്നെ വൻ വരുമാനമുണ്ടാക്കാൻ കഴിയും. അതോടൊപ്പം അനേകർക്ക് തൊഴിൽ നൽകാനും.
നമ്മുടെ നാട്ടിലെ സമ്പന്നരെ ഇത്തരം യോട്ടുകൾ വാങ്ങാൻ പ്രേരിപ്പിക്കണം. എന്നിട്ട് ഗവൺമെന്റോ സ്വകാര്യ ഏജൻസികളോ വലിയ മറീനകൾ പണിതിടണം. അതിലൂടെ വലിയ വരുമാനം നേടാനാകും. ഓരോ യോട്ടിന്റെയും ക്രയവിക്രയത്തിലൂടെ നികുതി ഗവൺമെന്റിലേക്ക് വന്നു ചേരും. കൂടാതെ മറീനയിൽ നിന്നുള്ള നികുതി ലഭിക്കും. അതായത് വലിയ വാണിജ്യ സാധ്യതകളാണ് ഇത്തരം യോട്ട് സംസ്കാരം തുറന്നിടുന്നത്. ഞങ്ങൾ നടത്തം തുടർന്നു. ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. മറൈൻ ടൂറിസത്തെക്കുറിച്ചോ ബോട്ടുകളുടെയും യോട്ടുകളുടെയും സാധ്യതകളെക്കുറിച്ചോ കേരളം ഇതേവരെ കാര്യമായി ചിന്തിച്ചിട്ടില്ല. കേരളത്തിന് എന്തുകൊണ്ടാണ് സമ്പത്തുണ്ടാവാത്തതെന്ന് നമ്മളെല്ലാം ചിന്തിക്കുന്ന കാര്യമാണ്. സമ്പത്തുണ്ടാകണമെങ്കിൽ ദുബായ് പോലുള്ള നാടുകളെ ചില കാര്യങ്ങളിലെങ്കിലും അനുകരിക്കണം. എണ്ണപ്പണമില്ലാത്ത ദുബായ് മേഖലയിലെ വലിയ സാമ്പത്തിക ശക്തിയാകുന്നത് മനസ്സിലാക്കണം. ഇത് മറ്റൊരു കൂറ്റൻ യോട്ടാണ്. നേരത്തെ ഞാൻ കണ്ടതിനേക്കാൾ വലിയ യോട്ട്. യൂറോപ്പിലോ അമേരിക്കയിലോ നിർമ്മിച്ചതാവാം. നെതർലൻഡ്സ്, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ കമ്പനികളാണ് ലക്ഷറി യോട്ടുകളുടെ നിർമ്മാണത്തിൽ ലോകത്ത് തന്നെ മുൻപന്തിയിലുള്ളത്. ഞങ്ങൾ ഡോക്കിൽ നിന്ന് റാമ്പിലൂടെ തീരത്തേക്ക് നടന്നു. യോട്ടിലെ യാത്രകളുടെ കഥയാണ് ഹുസൈൻ പറയുന്നത്. കേരളത്തിലെ പല പ്രമുഖ വ്യക്തികളും ഇത്തരം യോട്ട് യാത്രകൾ നടത്തുമ്പോൾ ഉണ്ടാക്കിയ കുസൃതികളും തമാശകളും ഹുസൈൻ പറഞ്ഞു. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അത്തരം കഥകളെല്ലാം ഹുസൈൻ അറിയാം. മലയാളികൾ പലരും ഇവിടെ എത്തുമ്പോൾ ഹുസൈനാണ് അവർക്ക് ലക്ഷറി യോട്ടുകൾ പരിചയപ്പെടുത്തി കൊടുക്കാറുള്ളത്. മറീനയിൽ നിന്നും മടങ്ങുകയാണ്. അജ്മൽ വാഹനത്തിനടുത്തെത്തിക്കഴിഞ്ഞു. ഹുസൈനും ഡോക്ടർ ഷാഫിയും പിന്നാലെ. വാഹനത്തിൽ കയറി മറീനയിലൂടെ ഒന്ന് കറങ്ങി യാത്ര തുടരുമ്പോൾ വ്യത്യസ്തമായ യോട്ടുകളുടെ കാഴ്ചയാണ് എങ്ങും. ഒരു വിമാനത്താവളത്തിൽ ഓരോ വിമാനത്തിലേക്കും ഗേറ്റുകൾ ഉള്ളതുപോലെയാണ് ഇവിടെ നിന്നും ഓരോ യോട്ടിലേക്കുമുള്ള പാലങ്ങൾ. വിമാനത്താവളത്തിലെ എയ്റോ ബ്രിഡ്ജ് പോലെ ഇവിടെ ഓരോ ഗേറ്റിനപ്പുറം യോട്ടുകളിലേക്ക് വഴി നീണ്ടുകിടക്കുന്നു. 3-4 യോട്ടുകൾക്ക് വേണ്ടി ഒരു പാലം. ചില്ലുവാതിലിനപ്പുറമുള്ള ഓരോ പാലവും എത്തി നിൽക്കുന്നത് ഒരു ഡോക്കിലാണ്. അവിടെ 3-4 യോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടാകും. മിനാ റാഷിദ് മറീന മാത്രമല്ല, പോർട്ടും മറീനയും തീരത്തെ സംവിധാനങ്ങളുമെല്ലാം അടങ്ങുന്ന വലിയൊരു പ്രോജക്റ്റാണ്. 1972 മിനാ റാഷിദ് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് പോർട്ട് മാത്രമാണ് പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ഈ പ്രദേശമൊന്നാകെ വലിയൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടിയായി വികസിപ്പിക്കുകയാണുണ്ടായത്. മറീന മുതൽ വമ്പൻ ലക്ഷറി ഹോട്ടലുകൾ വരെ ഇപ്പോൾ മിനാ റാഷിദ് പ്രോജക്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ദുബായിലെ ക്രൂസ് ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ഇപ്പോൾ ഇവിടം. വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന്റെ തെളിവാണിത്. നമുക്കും നമ്മുടെ പല ഭരണാധികാരികൾക്കും ചെറിയ സ്വപ്നങ്ങളേ ഉള്ളൂ എന്നതാണ് കേരളം നേരിടുന്ന പ്രശ്നം. ടൂറിസം രംഗത്തുള്ള ബോട്ട് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് പരമാവധി ഒരു പെഡൽ ബോട്ടായിരിക്കും. കേരളത്തിന്റെ വളർച്ചയുടെ പ്രശ്നങ്ങളും അതൊക്കെ തന്നെയാണ്. വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഭരണാധികാരികളെപ്പോലും നമ്മൾ നിരുത്സാഹപ്പെടുത്തും. കേരളത്തിൽ ഇത്തരമൊരു മറീനയുടെ നിർമ്മാണം പ്രഖ്യാപിച്ചാൽ ആരൊക്കെയാവും അതിനെ എതിർക്കുകയെന്ന് നമുക്കിപ്പോഴേ ഊഹിക്കാനാവും. പ്രകൃതി സംരക്ഷണം പറയുന്നവർ മുതൽ വലിയൊരു വിഭാഗം. എന്നാൽ പ്രകൃതിയെ ഏറ്റവും സൂക്ഷ്മതയോടെ സംരക്ഷിക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോലും ഏറ്റവും വലിയ ബിസിനസ് ഇതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇതെല്ലാം നടപ്പാക്കുന്നത്? ദുബായ് എങ്ങനെയാണ് ഇത്രയേറെ മലയാളികൾക്ക് തൊഴിൽ നൽകുന്നതെന്ന് ഇതെല്ലാം ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ എണ്ണക്കമ്പനികളിലല്ല മലയാളികൾ ജോലി ചെയ്യുന്നത്. ഇത്തരം മറീനകളിലും ഹോട്ടലുകളിലും മറ്റ് ടൂറിസം പ്രോജക്റ്റുകളിലുമൊക്കെയാണ്. ഹുസൈനെയും അജ്മലിനെയും പോലുള്ള ധാരാളം മലയാളികൾ ദുബായിൽ മറൈൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു. ഹുസൈന് പരിചയമുള്ള എത്രയോ ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഇവരുടെയൊക്കെ വൈദഗ്ധ്യം കേരളത്തിലെ ബോട്ടിംഗ്, യോട്ടിംഗ് വ്യവസായത്തിലേക്ക് ഉപയോഗപ്പെടുത്താവുന്നതേയുള്ളൂ. മറീനയുടെ ഒരു ഭാഗത്ത് റെസ്റ്റോറന്റുകളും എന്റർടൈൻമെന്റ് സെന്ററുകളുമെല്ലാമാണ് കാണുന്നത്.
മറീന എന്നത് ബോട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലം മാത്രമല്ല, അതിനനുബന്ധമായി ഒട്ടേറെ ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. കോഫി ഷോപ്പുകൾ മുതൽ മറൈൻ എക്യുപ്മെന്റ് വിൽപ്പനശാലകൾ വരെ. ഇവിടുത്തെ മറീന 1500-ലേറെ പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട്. ഒരു മറീനയുടെ മാത്രം കാര്യമാണ്. ഇങ്ങനെയുള്ള പല മറീനകളുണ്ട് ദുബായിൽ. വളരെ വൃത്തിയിലും ശാസ്ത്രീയമായുമാണ് എല്ലാം പണിതുവച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ബേക്കലിലും കുട്ടനാട്ടിലുമൊക്കെ ഇങ്ങനെയുള്ള മറീനകൾ കൂടി വരണം. അവിടെ പരമ്പരാഗത രീതിയിലുള്ള കെട്ടുവള്ളങ്ങൾ മാത്രം പോരാ. ഹൗസ് ബോട്ട് കേരളീയ പാരമ്പര്യത്തിന്റെ ചിഹ്നമാണെന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ 4-5 ദിവസങ്ങൾ നീളുന്ന യാത്രകൾക്ക് ഹൗസ് ബോട്ട് തീരെ സൗകര്യപ്രദമല്ല, സുരക്ഷിതവുമല്ല. കേരളത്തിന്റെ തെക്കു മുതൽ വടക്കുവരെ ഇൻലാൻഡ് ജലപാതകൾ വരുമ്പോൾ അതിൽ സർവീസ് നടത്തുന്നത് ആധുനികവും പ്രൊഫഷണലുമായ ബോട്ടുകളായിരിക്കണം. ഉൾനാടൻ ജലപാതകൾ നവീകരിക്കുമ്പോൾ അതിന്റെ സാധ്യത പ്രയോജനപ്പെടുത്താൻ ആധുനിക ബോട്ടുകളും നമുക്ക് വേണം. അത്തരം ചിന്തകളിൽ മുഴുകി ഞാൻ യാത്ര തുടർന്നു.